ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക് വഅളീമി സുൽത്താനിക്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരങ്ങളെ, അർഹമുർ-റാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇഹത്തിലും പരത്തിലും അനുഗ്രഹിക്കുകയും നമ്മുടെ പാപങ്ങൾ, നമ്മുടെ തിന്മകൾ അല്ലാഹു തആല പുറത്തു തരികയും ചെയ്യുമാറാവട്ടെ. ആമീൻ. എല്ലാവരും നന്മകൾ ധാരാളം ചെയ്തുകൊണ്ട് അല്ലാഹു തആല വെറുക്കുന്ന അല്ലാഹുവിൻ്റെ ശാപവും കോപവും ഉണ്ടാകുന്ന സംഗതികളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് നന്മകൾ ധാരാളം ചെയ്ത് നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു വരികയായിരുന്നു. അവസാനമായി പറഞ്ഞത്, ഒരു മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആ മയ്യത്തിൻ്റെ ഔറത്ത്, ആ ഭാഗം കഴുകുമ്പോൾ ആ ഭാഗം കഴുകാൻ ഏറ്റവും അർഹതപ്പെട്ടത് ആ മയ്യത്തിന് മക്കളുണ്ട് എങ്കിൽ അവരാണ്. കാരണം ഇമാം തുബ്റാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ വേണ്ടി കഴിയും. عن محمد بن السيرين رضي الله تعالى عنه قال غسلت أنس بن مالك فلما بلغت عورته قلت لبنيه أنتم أحق بغسل عورته دونكم فاغسلوها فجعل الذي يغسلها على يده خرقة وعليها ثوب ثم غسل العورة من تحت الثوب റവാഹു തുബ്രാനി. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പ്രമുഖനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ജനാസ കുളിപ്പിക്കുന്ന വേളയിൽ ഫലമ്മാ ബലഗ്തു ഔറതഹു, നഗ്നത എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ പുക്കിൾ, മുട്ട്, ഇതിനിടയിലുള്ള ഭാഗം അവിടെ കഴുകാനായപ്പോൾ ഖുൽതു ലിബനീഹി, അദ്ദേഹത്തിൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? അൻതും അഹഖു ബിഗസ്ലി ഔറതിഹി, ആ ഭാഗങ്ങൾ കഴുകാൻ ഏറ്റവും അവകാശപ്പെട്ടവർ, ഏറ്റവും അർഹരായിട്ടുള്ളവർ നിങ്ങളാകുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ദൂനക്കും, മറ്റുള്ളവരെക്കാൾ. അതുകൊണ്ട് ഫഗ്സിലുഹ, നിങ്ങൾ കുളിപ്പിക്കുക, ആ ഭാഗം നിങ്ങൾ കഴുകുക. അങ്ങനെ ഫജഅല അല്ലദീ യഗ്സിലുഹ അലാ യദിഹി ഖിർഖതൻ,
ഒരു പഴയ തുണി, ഹിർക്കത്ത് പറഞ്ഞാൽ പഴയ തുണി ഇങ്ങനെ കയ്യിൽ കെട്ടുക, അല്ലെങ്കിൽ ഒരു ശീലക്കഷ്ണം എന്താ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അത് വേണം. അത് കെട്ടിയ ആൾ അദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നീട് ആ ഭാഗത്ത് സുമ്മ ഗസലൽ ഔറത മിൻ തഹ്തി സൗബ്, അദ്ദേഹമാണ് ആ ഭാഗത്ത് കഴുകി. അപ്പോൾ ഈ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഉടുത്ത വസ്ത്രമൊക്കെ അഴിച്ച് ഒരു നേരിയ വസ്ത്രം എന്തു ചെയ്യണം, ഈ മയ്യത്തിൻ്റെ ശരീരത്തിൽ ഇടണം. പ്രത്യേകിച്ച് ഈ മുട്ട് പൊക്കിൾ ഭാഗത്തിനിടയ്ക്ക് എന്തായാലും ഒരു വസ്ത്രം ഇടണം. അത് ഔറത്ത് ഇങ്ങനെ കാണുന്ന രൂപത്തിലാകാൻ വേണ്ടി പാടില്ല. ആ വസ്ത്രത്തിനടിയിലൂടെയാണ് ഗുഹ്യഭാഗത്തും മറ്റു ഈ ഔറത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കഴുകേണ്ടത്, കുളിപ്പിക്കേണ്ടത്. എന്നാൽ 7 വയസ്സായിട്ടുള്ള കുട്ടികളാണ് മരണപ്പെട്ടതെങ്കിൽ, 7 വയസ്സോ 7 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് മരണപ്പെട്ടതെങ്കിൽ ആ കുട്ടിയുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ അവരുടെ ഔറത്തിൻ്റെ ഭാഗത്ത് പിന്നെ ഈ തുണിയില്ലാതെയും പഴം തുണിയില്ലാതെയും അല്ലെങ്കിൽ കഴുകാൻ ഉപയോഗിക്കുന്ന തുണിയില്ലാതെയും സ്പർശിച്ചാൽ അതൊരു പ്രശ്നമല്ല, അതിന് വിരോധമല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അത് വളരെ ഗൗരവമുള്ളതാണ്. ലാ യജൂസു ലിർറജുലിൽ അജ്നബി അനിൽ മർഅത്തി അൻ യമുസ്സഹ ബഅദ മൗതിഹാ, അന്യനായൊരു പുരുഷന് ഒരു സ്ത്രീയെ മരണശേഷം സ്പർശിക്കാൻ വേണ്ടി പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത, രക്തബന്ധമോ ഒന്നുമില്ലാത്ത ഒരു സ്ത്രീയെ എന്ത് ചെയ്യാൻ പാടില്ല, അന്യരായ ആളുകൾ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്, മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല എന്നുള്ളതാണ്. ഏതുപോലെ കമാല യജൂസു ലഹു ദാലിക ഫി ഹാലി ഹയാത്തിഹ, നമുക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കെ ഒരു അന്യ പെണ്ണിനെ പോയി തൊടാനോ സ്പർശിക്കാനൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ അവൾ മരണപ്പെട്ടാലും അന്യ പുരുഷന് അവളെ ഇങ്ങനെ കുളിപ്പിക്കാൻ സ്പർശിക്കാനൊന്നും പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. അത് സ്ത്രീകളാണ് അങ്ങനെ കുളിപ്പിക്കേണ്ടത്. സാധാരണ ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം, ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാം, മക്കൾക്ക് പിതാവിനെയോ മാതാവിനെയൊക്കെ കുളിപ്പിക്കാം, അതൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ സ്ത്രീ പുരുഷന്മാരുടെ കാര്യമാണ് ഈ പറയുന്നത്. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അന്യപുരുഷന്മാർ സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. അതെപ്പോഴാണ്? മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മാത്രം. ഖബറിലേക്ക് മയ്യത്ത് ഇറക്കുമ്പോൾ സ്പർശിക്കുന്നതിന് വിരോധമല്ല. ഖബറിലേക്ക് നമ്മൾ മയ്യത്ത് ഇറക്കുമല്ലോ, ആ മയ്യത്ത് ഇറക്കുന്ന വേളയിൽ ഒരു സ്ത്രീയെ അന്യപുരുഷന് തീർച്ചയായിട്ടും സ്പർശിക്കാം. കാരണം അവിടെ എന്തുണ്ട്? വസ്ത്രമുണ്ട്, വസ്ത്രത്തിന് പുറത്താണ് സ്പർശിക്കുന്നത്. ആ സന്ദർഭത്തിൽ പ്രശ്നമില്ല. പക്ഷേ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അത് കഴുകുമ്പോൾ അന്യപുരുഷന്മാരായ ആളുകൾക്ക് സ്പർശിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. അതോടൊപ്പം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഈ മയ്യത്തിൻ്റെ നഖം, മുടി, ഇതൊന്നും നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ചില മയ്യത്തുകളുടെ നഖമൊക്കെ നീണ്ടു വന്നിരിക്കാം, അല്ലെങ്കിൽ താടി മുടിയൊക്കെ ഉണ്ടാകാം. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, മുറിക്കുകയോ വെട്ടുകയോ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. വജുംഹൂറുൽ ഉലമാഇ അലാ കറാഹത്തി തഖലീമി അലാഫിരിൽ മയ്യിതി വഅഖ്ദു ശൈഇൻ മിൻ ശഅരി ശാരിബിഹി ഔ ഇബ്തിഹി ഔ ആനതിഹി. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് നഖം വെട്ടൽ, മയ്യത്തിൻ്റെ നഖം വെട്ടൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മീശയിൽ നിന്ന് എടുക്കൽ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കക്ഷഭാഗത്തു നിന്ന് എടുക്കൽ, അതല്ലെങ്കിൽ ഗുഹ്യഭാഗത്തു നിന്നുള്ള ഇത് നീക്കം ചെയ്യൽ, ഇതൊക്കെ കറാഹത്താണ് എന്ന് പറഞ്ഞാൽ എടുക്കണ്ട എന്നുള്ളതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതങ്ങനെ വിട്ടാൽ മതി. ശരി. പിന്നെ പ്രിയമുള്ളവരെ, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും നമ്മൾ കുളിപ്പിക്കേണ്ടത്. അതിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളും അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രങ്ങളും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഫയുറാഇ ഫി ഗുസ്ലിഹി അന്നിയ്യ വത്തസ്മിയ വുജൂബൻ, നീയത്തും ബിസ്മിയും വാജിബാണെന്നുള്ളതാണ്. മയ്യത്ത് കുളിപ്പിക്കുമ്പോഴേ ഇതൊരു സാധാ കുളിയല്ല, അല്ലെങ്കിൽ ഒരു നിസ്സാരമായി കാണാൻ പറ്റുന്ന സംഗതിയല്ല. നെയ്യത്ത് വേണം. കുളിപ്പിക്കുന്ന ആളുകൾക്ക്
ഞാൻ ഇന്നയാളുടെ മയ്യത്ത് കുളിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ്യത്ത് വേണം. ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം അത് ആരംഭിക്കേണ്ടത്. എന്നിട്ട് ഈ മയ്യത്തിനെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഉയർന്ന ഭാഗത്ത്, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പടിയിലൊക്കെ ആയിരിക്കും കടത്തുക. ഇവിടെയൊക്കെ ഈ ജനാസ കുളിപ്പിക്കുന്ന ഈ സ്ഥലത്ത് ഉയരത്തിൽ പ്രത്യേകമായി അതിനായിട്ടൊരു പടി ഉണ്ടാക്കിയിട്ടുണ്ട്. കമ്പികളൊക്കെ ഉള്ള ഒരു തരം ഇതുണ്ടാക്കിയിട്ടുണ്ട്. ശരി, നമ്മുടെ നാട്ടിൽ ഈ പടിയുടെ മുകളിലാണ് ഈ മയ്യത്തിനെ കടത്തുക. മുകളിൽ ഒരു നേരിയ വസ്ത്രമുണ്ട്, പ്രത്യേകിച്ച് ഔറത്തിൻ്റെ ഭാഗത്ത്. എന്നിട്ട് നിയ്യത്ത് കരുതുന്നു, ബിസ്മിയൊക്കെ ചൊല്ലുന്നു. പിന്നീട് വേണ്ടത് പ്രിയമുള്ളവരെ, ഔറത്ത് സുമ്മ യുഗസ്സിലു ഔറത്തഹു, ആദ്യമായി വേണ്ടത് മയ്യത്തിൻ്റെ ഔറത്ത് കഴുകാൻ. പക്ഷേ ആ ഔറത്ത് കഴുകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മെല്ലെ ശരിക്കും ശ്രദ്ധിക്കുക, മയ്യത്തൊന്ന് മെല്ലെ അദ്ദേഹത്തിൻ്റെ ഈ ഭാഗം ഒന്ന് ചെരിച്ച് പൊന്തിച്ച് വയറിൽ മെല്ലെ ഒന്ന് തടവി കൊടുക്കുക, വയറൊന്ന് തടവുക. അപ്പോൾ അകത്ത് വല്ല നജസോ കാര്യങ്ങളൊക്കെ വരാനുണ്ടെങ്കിൽ അത് വന്നോളും. അങ്ങനെയാണ് ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഔറത്ത് കഴുകേണ്ടത്. ഔറത്ത് കഴുകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വസ്ത്രം ഉണ്ടായിരിക്കണം. ആ വസ്ത്രത്തിൻ്റെ അടിയിലൂടെ കയ്യിൽ ശീല കെട്ടി അതുകൊണ്ടായിരിക്കണം കഴുകേണ്ടത്. അത് ഏറ്റവും അർഹരായിട്ടുള്ള ഈ മയ്യത്തിൻ്റെ മക്കളാണ് ആ ഭാഗത്ത് കഴുകാൻ ഏറ്റവും അവകാശപ്പെട്ടവർ. അങ്ങനെ ഔറത്തൊക്കെ കഴുകിക്കഴിഞ്ഞാൽ സുമ്മ യുവല്ലിഉഹു കവുളൂഇ സ്വല നദ്ബൻ, പിന്നീട് ഈ മയ്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം? വുളു എടുപ്പിക്കണം. ഏതുപോലെ? നമസ്കാരത്തിന് വുളു ചെയ്യുന്നത് പോലെ മയ്യത്തിന് വുളു എടുപ്പിക്കണം. പക്ഷേ അങ്ങനെ വുളു എടുപ്പിക്കുമ്പോൾ ഇപ്പം നമ്മൾ വായിലും മൂക്കിലൊക്കെ വെള്ളം കയറ്റിച്ചിട്ടണം നമ്മൾ വുളു എടുക്കുമ്പോൾ. അങ്ങനെ മയ്യത്തിൻ്റെ ചെയ്യാൻ പാടില്ല. മയ്യത്തിൻ്റെ വായിലേക്കും മൂക്കിലേക്കൊക്കെ വെള്ളം കയറ്റി കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളത്തിൽ നനച്ച് ഒരു തുണി കൊണ്ട് ആ ഭാഗം ഒന്ന് തടവിയാൽ മതി എന്നുള്ളതാണ്. വുളു എടുക്കുമ്പോഴും പല്ലൊക്കെ തേച്ച് കൊടുക്കാൻ എന്ത് ചെയ്താൽ മതി? നനച്ച തുണി കൊണ്ട് ഒന്ന് തടവിയാൽ മതി. അല്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് അകത്തേക്ക് പോയാൽ വേറെ പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വുളു എടുത്തു. പിന്നെ സുമ്മ യബ്ദഉ ബിഗസ്ലി റഅ്സിഹി, അങ്ങനെ വുളു എടുത്തു കഴിഞ്ഞാൽ പിന്നെ തല കഴുകണം. തല ശരിക്കും എന്ത് ചെയ്യണം? ഈ തലയുടെ ഈ മുടിയുടെ രോമങ്ങൾ അതിനകത്തൊക്കെ വിരലൊക്കെ പ്രവേശിപ്പിച്ച് ശരിക്ക് ഉരച്ച് കഴുകണം. സുമ്മ ബിഷിക്കിഹിൽ ഐമൻ, മയ്യത്തിൻ്റെ വലത് ഭാഗത്തു നിന്നാണ് പിന്നെ കുളി എന്ത് ചെയ്യേണ്ടത്? ആരംഭിക്കേണ്ടത്. വലത് ഭാഗത്തു നിന്നാണ് ആരംഭിക്കേണ്ടത്. സുമ്മ ബിഷിക്കിഹിൽ ഐസർ, പിന്നെ ഇടത് ഭാഗം. ആദ്യം എപ്പോഴും എല്ലാ നല്ല കാര്യത്തിനും നമ്മൾ വലത് ഭാഗത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. നമ്മൾ ഏത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുക? വലത് കൈ കൊണ്ട്. കുടിക്കലേതാ? അതുകൊണ്ട്. പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഏത് കാലം ആദ്യം വെക്കുക? വലത് കാലം. വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ വലത് ഭാഗം. അപ്പോൾ വലത് ഭാഗത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇത് നബി പ്രത്യേകം പറഞ്ഞതാ. നബിയുടെ മകൾ മരണപ്പെട്ടപ്പോൾ ആ നബിയുടെ മകളെ കുളിപ്പിക്കാൻ വേണ്ടി തയ്യാറായ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ വലത് ഭാഗത്ത് നിന്ന് കുളിപ്പിക്കൽ ആരംഭിക്കുക എന്നുള്ളത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ലിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിന്നിസാ അല്ലാത്തി ഗസൽന ഇബ്നതഹു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ മരണപ്പെട്ടു. ഏതാണ് മകള്? പ്രവാചകൻ്റെ ഒരു മകളെ അബുൽ ആസ് എന്ന് പറയുന്ന ഒരാൾ കല്യാണം കഴിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിൽ വെച്ച് മരണപ്പെടുന്നത്. അവർ മരണപ്പെട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത്. ആരാണ് ആ മകൾ? സൈനബ്. റസൂലുള്ളാഹിൻ്റെ മകളുടെ പേര് സൈനബ് എന്ന. സൈനബാണ് മരണപ്പെട്ടത്. അങ്ങനെ അവർ മരണപ്പെട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ പറഞ്ഞത്? ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാ. ഇബ്ദഅന ബിമയാമിനിഹാ, യമീൻ മയാമിൻ എന്ന് പറഞ്ഞ വലത് ഭാഗം. ഇബ്ദഅന, നിങ്ങൾ ആരംഭിക്കുക, ബിമയാമിനിഹ, അവളുടെ വലത് ഭാഗത്ത് നിന്ന്, വമവാലിഅൽ വുളൂഇ മിൻഹാ, വുളൂ ചെയ്യുന്ന അവയവങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞാൽ
വുളു ചെയ്യണം എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എന്ത് പറഞ്ഞത്, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ വുളു ചെയ്യണം, നമസ്കാരത്തിന് വുളു ചെയ്യുന്നത് പോലെ വുളു എടുപ്പിക്കണം. അങ്ങനെ വലതു ഭാഗത്തു നിന്ന് ആരംഭിക്കണം. പിന്നെ വായയുടെയും മൂക്കിൻ്റെയും ആ കാര്യം നമ്മൾ പറയണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് മയ്യത്തൊക്കെ കുളിപ്പിക്കുമ്പോൾ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അമർതുകും ബി അംരിൻ ഫഅതു മിൻഹു മസ്തതഅതും, നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ മയ്യത്തൊക്കെ കുളിപ്പിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി നല്ല ഉദ്ദേശത്തോടുകൂടെ നല്ല നെയ്യത്തോടുകൂടെ വളരെ ഒരു ആരാധന, ഒരു ഇബാദത്താണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഭക്തിയോടുകൂടെ തന്നെ ആ ഭാഗങ്ങളൊക്കെ നല്ല തേച്ച് ഉരച്ച് ധൃതി കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, മയ്യത്തിനോടുള്ള ആദരവ് കാണിച്ചുകൊണ്ട്, മയ്യത്താണ്, ആ മയ്യത്തിന് നമ്മൾ ബഹുമാനിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു ജൂതൻ്റെ മയ്യത്ത് മദീനയിലൂടെ കൊണ്ടുപോയപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്നത് എന്തുകൊണ്ടാണത്? അതിനെ ആദരിക്കേണ്ട ബാധ്യത മുസ്ലിം ഉമ്മത്തിൻ്റെ മേലുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആ രൂപത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഇപ്പം തല കഴുകി വലതുഭാഗത്തുനിന്ന് പിന്നെ ആരംഭിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ഭാഗവും ചുരുങ്ങിയത് 3 തവണ കഴുകൽ സുന്നത്താണ്. 3 തവണ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഒറ്റ തവണ എന്നുള്ളത് അത് പിന്നെ നിർബന്ധമാണ്. അതിനേക്കാൾ ചുരുക്കാൻ പാടില്ല, ഒരു തവണയും. പക്ഷേ സുന്നത്ത്, നമ്മൾ സുന്നത്ത് മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അത് നമ്മൾ മുറുകെ പിടിക്കണം. ആ റസൂൽ പറയാണ്, എന്ത്, യുസന്നു ഗസ്ലുൽ മയ്യിത്തി 3 മറാത്ത്, 3 തവണ നിങ്ങൾ എന്ത് ചെയ്യണം, കുളിപ്പിക്കണം. എന്നിട്ടോ 3 തവണ കുളിപ്പിച്ചതിന് ശേഷം വീണ്ടും നജസോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, 5 തവണ കുളിപ്പിക്കണം. എന്നിട്ടും വരികയാണെങ്കിലോ 7 തവണ കുളിപ്പിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അൻ ഉമ്മി അതിയ അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ യഗ്സൽനഹാ സലാസ. നബിൻ്റെ മകളെന്നെ മരണപ്പെട്ട ആ നബിൻ്റെ മകളായ സൈനബിൻ്റെ ജനാസ കുളിപ്പിക്കുക സന്ദർഭത്തിൽ പറയാ, യഗ്സൽനഹാ സലാസ, നിങ്ങൾ 3 തവണ അവളെ കുളിപ്പിക്കുക. ഔ ഖംസ, അല്ലെങ്കിൽ 5 തവണ. ഔ സബ്അ, അല്ലെങ്കിൽ എത്ര, 7 തവണ എന്ന് പറഞ്ഞാൽ എന്താ, ഒറ്റയിട്ടായിരിക്കണം കുളിപ്പിക്കേണ്ടത്. ഇപ്പോൾ 2, 4, 6 എന്നുള്ള രൂപത്തിലല്ല, 3, 5, 7 ആ രൂപത്തിൽ. 7 തവണയും കുളിപ്പിച്ച് ശരിയായില്ല എന്ന് വിചാരിക്കുക, എന്ത് ചെയ്യണം, ഔ അക്സറ മിൻ ദാലിക്, അതിനേക്കാളും അപ്പുറം പിന്നെ കുളിപ്പിക്കാം, കഴുകി കുളിപ്പിക്കാം, അതിന് വിരോധമില്ല. ഇൻ റഅയ്തുന്ന ദാലിക, നിങ്ങൾ കുളിപ്പിക്കുന്ന ആളുകൾക്ക് തോന്നാണ് വേണ്ടത്ര ശുദ്ധിയായിട്ടില്ല, വേണ്ടത്ര വൃത്തിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ 7-നപ്പുറം എന്ത് ചെയ്യാം, കുളിപ്പിക്കാം. പക്ഷെ ഒറ്റയിട്ട് അവസാനിപ്പിക്കണം. എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്? ബിമാ ഇൻ വസിദിരിൻ, വെള്ളം കൊണ്ടും താളി കൊണ്ടും. താളി ഉപയോഗിക്കാൻ നമ്മൾ നേരത്തെ പറയണ്ടായി. എന്നിട്ട് അവസാനത്തെ വട്ടം, ഇപ്പോൾ 3 വട്ടമാണെങ്കിൽ 3-ാമത്തെ വട്ടം എന്ത് ചെയ്യണം, ആ വെള്ളത്തിൽ കർപ്പൂരം ചേർക്കണം, സുഗന്ധം ചേർക്കണം. വജഅൽന ഫിൽ അഖീറ, അവസാനത്തെ തവണ നിങ്ങൾ എന്ത് ചെയ്യണം, കർപ്പൂരം ചേർക്കണം. ഔ ഷൈഅൻ മിൻ കാഫൂർ, ഒരല്പം അല്ലെങ്കിൽ ഒരല്പം കർപ്പൂരം അതിൽ നമ്മൾ ചേർക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇങ്ങനെ ഒറ്റയിട്ട് കുളിപ്പിക്കണം എന്ന് പറയാനുള്ള കാരണം? അങ്ങനെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഇപ്പം നമ്മൾ വായിച്ചില്ലേ, നിങ്ങൾ 3 തവണ അല്ലെങ്കിൽ 5 തവണ അല്ലെങ്കിൽ 7 തവണ എന്ന് പറഞ്ഞില്ലേ. മാത്രമല്ല മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ടെന്ന്, ഇന്നല്ലാഹ വിതുറുൻ, അല്ലാഹു ഏകനാകുന്നു. യുഹിബ്ബുൽ വിത്ര, അല്ലാഹു ഏകത്വം ഇഷ്ടപ്പെടുന്നു, ഒറ്റ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു ഒരുവനാണ്, ഒറ്റയിൽ അവസാനിപ്പിക്കാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ്, പ്രിയമുള്ളവരെ, അമ്മ ഇൻ ഖറജ മിനൽ മയ്യിത്തി നജാസത്തുൻ മിൻ ഖുബ്ലിഹി ഔ ദുബ്രിഹി ബഅദ 3, 3 തവണ കുളിപ്പിച്ചതിന് ശേഷം മുൻപിൽ നിന്നോ പിന്നിൽ നിന്നോ നജസുകൾ വന്നു കഴിഞ്ഞാൽ വജബ ഇആദത്തുൽ ഗുസ്ലി ഇലാ 7 മറാത്ത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ
നിങ്ങളതിന് നേതൃത്വം കൊടുക്കണം. അതല്ല എങ്കിൽ എന്തെങ്കിലും നല്ല പേടിയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കുളിപ്പിച്ചാൽ നമ്മൾ കുളിപ്പിച്ചാൽ ശരിയാവില്ല എന്നുള്ള വസ്വാസ് വേണ്ട, നമ്മൾ ധൈര്യം കാണിക്കണം. എന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ആദരവോടുകൂടെ ഭക്തിയോടുകൂടെ ചെയ്യണം. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക, 3 തവണ കുളിപ്പിച്ചതിന് ശേഷം പിന്നിലൂടെയോ മുന്നിലൂടെയോ നജസ്സുകൾ വന്നു കഴിഞ്ഞാൽ വജബ ഇആദത്തുൽ ഗുസ്ലി ഇലാ 7 മറാത്ത്, നിർബന്ധമായും, വജബ എന്നാ പറഞ്ഞത്, വജബ എന്നർത്ഥം വാജിബ്, നിർബന്ധമായും 7 തവണ വരേക്കും കുളിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ശുദ്ധിയാകുന്നത് വരെ കുളിപ്പിക്കാം. എന്താ കാരണം എന്നറിയങ്ങളെ, ലിഅന്നൽ മഖ്സൂദ മിൻ ഗസ്ലിൽ മയ്യത്തി അൻ യകൂന ഖാതിമതൻ അംറുഹു തുഹാറ അൽ കാമില. അതായത് അവസാനമായിട്ട് ഈ ദുനിയാവെന്ന് അദ്ദേഹം വിട പറഞ്ഞു പോകാൻ, ആ സന്ദർഭത്തിൽ സമ്പൂർണമായ ശുദ്ധിയോടുകൂടെ പരിപൂർണമായിട്ടുള്ള ശുദ്ധിയായിട്ട് ത്വഹാറത്തോടുകൂടെ അദ്ദേഹം പോകട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് കുളിപ്പിക്കണം എന്ന് പറയുന്നത്. 3 തവണ കുളിപ്പിച്ചതിന് ശേഷവും നജസ്സുകൾ വന്നാൽ വീണ്ടും കുളിപ്പിക്കൽ നിർബന്ധമാണെന്ന് പറയാൻ കാരണം അതാണ്. എന്നാൽ ഇങ്ങനെ 7 or 9 തവണ കുളിപ്പിച്ചും പിന്നെയും മയ്യത്തിൻ്റെ ശരീരത്തിലൂടെ ഏതെങ്കിലും വായിൽ നിന്ന് നുര വരികയോ അല്ലെങ്കിൽ മൂക്കിലൂടെ വല്ല വെള്ളം വരികയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യണം? അവിടെ ഈ പരുത്തി വെക്കണം എന്നുള്ളതാണ്. പരുത്തി എന്നല്ല പറയുക, കോട്ടൺ, അത് അവിടെ വെക്കണം എന്നാ പറയുന്നത്. പിന്നീട് വൈൻ ഖറജ മിനൽ മയ്യിത്തി ഷൈഉൻ ബഅദ തക്ഫീനിഹി, എന്നാൽ ഇങ്ങനെ കുളിപ്പിച്ചതിനൊക്കെ കഴിഞ്ഞതിന് ശേഷം, മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം, ഇപ്പം നമ്മൾ തല കഴുകി, വലതു ഭാഗം കഴുകി, ഇടതു ഭാഗം കഴുകി, പിന്നെ ഓരോ ഭാഗം 3, 5, 7 തവണ കഴുകി, കാല് കഴുകി, അങ്ങനെ പൂർണ്ണമായി കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയതിന് ശേഷം നമ്മളെന്ത് ചെയ്യണം? കഫൻ ചെയ്യണം. കഫൻ ചെയ്തതിന് ശേഷം വല്ലതും പുറപ്പെട്ടാൽ, ഇപ്പം നമ്മൾ പരുത്തിയൊക്കെ വെച്ച് കഫൊക്കെ ചെയ്ത് എന്നതിന് ശേഷം, കഫൻ ചെയ്തതിന് ശേഷം വല്ലതും പുറപ്പെട്ടാൽ പിന്നീട് വുളു ചെയ്യുകയോ കുളിപ്പിക്കുകയോ വേണ്ടതില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇവിടെ കർപ്പൂരം ചേർക്കണമെന്ന് പറഞ്ഞല്ലോ, കർപ്പൂരം എന്ന്, അതിൻ്റെ ഒരു ഹിക്മത്ത് എന്താണ് എന്ന് പറയുന്നുണ്ട്. വഹിക്മത്ത് വളഉൽ കാഫൂർ മാ ദക്കറഹുൽ ഉലമാഉ മിൻ കൗനിഹി തീബുർ റായിഹ. ഈ അവസാന ഘട്ടത്തിൽ മലക്കുകൾ ഹാജരാകുന്ന സന്ദർഭമാണ്. മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞ് കഫനൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഘട്ടത്തിൽ മലക്കുകൾ സന്നിഹിതരാകും. ആ ഘട്ടത്തിൽ നല്ല സുഗന്ധം, നല്ല മണം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? കർപ്പൂരമോ അല്ലെങ്കിൽ മറ്റ് സുഗന്ധമോ ചേർക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അറിയേണ്ടുന്നൊരു കാര്യം, പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം, എവിടെയെങ്കിലും ഒരു സ്ത്രീ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ സ്ത്രീയുടെ ബന്ധുക്കളൊന്നുമില്ല, അന്യപുരുഷന്മാർ മാത്രമാണ്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു സംഭവം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ട്. ആ ഘട്ടത്തിൽ ഇമാം അബൂദാവൂദ്, ഇമാം ബൈഹഖി തുടങ്ങിയിട്ടുള്ള മുഹദ്ദിസുകൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് അവർ കൊടുത്തിട്ടുള്ളത്. അൻ മഖ്ഹൂൽ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇദാ മാതത്തിൽ മർഅതു മഅർ റിജാൽ, പുരുഷന്മാരോടൊപ്പം ഒരു സ്ത്രീ മരണപ്പെട്ടു, ലൈസ മഅഹും ഇംറഅത്തുൻ ഗൈറുഹാ, ഈ മയ്യത്തല്ലാതെ, ഈ സ്ത്രീയുടെ മയ്യത്തല്ലാതെ വേറെ ഒരു സ്ത്രീകളും അവിടെ ഇല്ല. വറജുലു മഅൻ നിസാ, അതുപോലെ കുറേ സ്ത്രീകളുണ്ട്, അവിടെ ഒരു പുരുഷൻ മരണപ്പെട്ടു, ലൈസ മഅഹുന്ന റജുലുൻ ഗൈറു, ആ സ്ത്രീകളുടെ കൂടെ വേറെ ഒരാണുമില്ല, ഈ ആണല്ലാതെ, ഈ മയ്യത്തല്ലാതെ. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം എന്ത് ചെയ്യണം? ഫഇന്നഹുമാ യുയമ്മിമാനി വയുദ്ഫനാൻ, അപ്പോൾ ഇവരെ തയമ്മം ചെയ്യിപ്പിച്ചാൽ മതി എന്നാണ് പറയുന്നത്. വിഷയം മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നത്, നമുക്കിത് മനസ്സിലാകുന്നത്, അന്യപുരുഷന്മാർ ഈ അന്യ സ്ത്രീകളായ മയ്യത്തിനെയൊക്കെ കുളിപ്പിക്കാമെന്ന് പറഞ്ഞാൽ, കുളിപ്പിക്കാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് കേട്ടോ. ഇപ്പം ഈ ഹദീസിലൊക്കെ കാണുന്നത് ഇങ്ങനെയാണ്, തയമ്മം ചെയ്യിപ്പിക്കാമെന്നാണ്.
എന്ന് പറഞ്ഞാൽ അവരുടെ ഔറത്തും മറ്റുമൊക്കെ കാണുന്നതിനേക്കാൾ, കുളിപ്പിക്കുമ്പോൾ കാണേണ്ടി വരുന്നതിനേക്കാൾ, കാണേണ്ടി വന്നേക്കാം, അതിനേക്കാൾ നല്ലത് തയമ്മം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. വയുദുഫനാൻ, അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ ജനാസ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവർ മറമാടണം എന്നുള്ളതാണ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. ഇത് ഇമാം ബൈഹക്കിയും ഇമാം അബൂദാവൂദും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റൊരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കഫൻ ചെയ്യണം എന്ന് പറഞ്ഞു. കഫൻ എന്നാ പറയുക, കാഫ്, അലം തറ കൈഫ എന്നില്ല, ആ കാഫ് കഫൻ. അതിൻ്റെ എന്താ ഈ കഫൻ ചെയ്യാന്ന് പറഞ്ഞാൽ തക്ഫീനുൽ മയ്യിത്തി ബിമാ യസ്തുറുഹു വലൗ കാന സൗബൻ വാഹിദൻ ഫർളു കിഫായ. ഒരു വസ്ത്രം കൊണ്ടെങ്കിലും ഒരു തുണി കൊണ്ടെങ്കിലും മയ്യത്തിനെ ഒന്ന് പൊതിയ എന്നുള്ളത് വാജിബാണ്. ഒന്നുകൊണ്ടെങ്കിലും, ഒന്ന് മതി എന്നല്ല പറയുന്നത്, ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും വേണമെന്നാ. എന്താ അങ്ങനെ ഈ ഒന്നെങ്കിലും വേണമെന്ന് പറയാനുള്ള കാരണം? അതിനിവിടെ തെളിവ് കൊടുത്തിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നൊരു ഹദീസ്, അൻ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഖാല ഹാജർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽതമിസു വജ്ഹല്ലാഹ് ഫവഖഅ അജ്റുനാ അലല്ലാഹ് ഫമിന്നാ മൻ മാത ലം യഅകുൽ മിൻ അജ്രിഹി ഷൈആ മിൻഹും മുസ്അബ് ഇബ്നു ഉമൈർ ഖുത്ല യൗമ ഉഹദ് ഫലം നജിദ് മാ നുകഫിനുഹു ഇല്ലാ ബുർദ ഇദാ ഗത്തൈനാ ബിഹാ റഅസഹു ഖറജത് റിജ്ലാ വഇദാ ഗത്തൈനാ റിജ്ലൈഹി ഖറജ റഅസാ ഫഅമറന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നുഗത്തിയ റഅസഹു വഅൻ നജഅല അലാ റിജ്ലൈഹി മിനൽ ഇദ്ഖർ. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണ്. എന്താ പറയുന്നത് അറിയങ്ങള്? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കഫം മൂടിയ സന്ദർഭം പറയുന്നത്. അദ്ദേഹം ഹാജർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങൾ ഹിജ്റ വന്നു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. നെൽതമിസു വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഹിജ്റ വന്നിട്ടുള്ളത്. എന്നിട്ടോ ഫവഖ അജ്റുനാ അലല്ലാഹ്, അള്ളാഹു ഞങ്ങൾക്ക് പ്രതിഫലം തരുമായിരിക്കും, അള്ളാഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഫമിന്ന മൻ മാത ലം യഅകുൽ മിൻ അജ്രി ഷൈആ, ഒന്നും അനുഭവിക്കാതെ, ഒന്നും ഭക്ഷിക്കാതെ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഹിജ്റ വന്നതിന് ശേഷം ഒക്കെ ഒന്നും കാര്യമായി അനുഭവിക്കാതെ മരണപ്പെട്ടു പോയ, വിയോഗം പ്രാപിച്ച ഒരാളാണ് ആര്? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഖുത്ല യൗമ ഉഹദ്, അദ്ദേഹം ഉഹദിൻ്റെ ദിവസം അദ്ദേഹം ചെയ്തു, കൊല്ലപ്പെട്ടു, ഷഹീദായ ആളെ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഖുത്ല യൗമ ഉഹദ്, മാത എന്നല്ല പറയുക, ഖുത്ല യൗമ ഉഹദ്. അദ്ദേഹം ഉഹദിൻ്റെ ദിവസം കൊല്ലപ്പെട്ടു. ഫലം നജിദ് മാ നുകഫിനുഹു ഇല്ലാ ബുർദ, അന്ന് ഇല്ലാ ബുർദ, ഒരു പുതപ്പല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കഫം മൂടാൻ ഒരൊറ്റ വസ്ത്രം, ഒരു പുതപ്പ് മാത്രം. എന്നിട്ടോ ഇദാ ഗത്തൈനാ ബിഹാ റഅസഹു ഖറജത് റിജ്ലാ, തല മൂടിയ കാല് വെളിവാകും. നമ്മൾ കേട്ട പലപ്പോഴും പറഞ്ഞ സംഭവമാണ്. വൈദാ ഗത്തൈനാ റിജ്ലൈഹി ഖറജ റഅസഹു, തല ആ പുതപ്പ് കൊണ്ട് പിന്നെ കാല് മൂടിയാലോ തല വെളിവാകും, തല മൂടിയാൽ കാല് വെളിവാകും. ഫഅമറന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഞങ്ങളോട് നബി തിരുമേനി കൽപ്പിച്ചു, അൻ നുഗത്തിയ റഅസഹു, ആ പുതപ്പ് കൊണ്ട് തല മൂടാൻ, വ അൻ നജഅല അലാ റിജ്ലൈഹി മിനൽ ഇദ്ഖർ, കാൽഭാഗത്ത് ഇദ്ഖർ എന്ന് പറയുന്ന ഒരു തരം പുല്ലുണ്ട്, ആ പുല്ല് വെച്ച് കെട്ടി ആ കഫം മൂടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചു. പ്രിയമുള്ള, അപ്പോൾ ഇതെന്തിനാ പറഞ്ഞ്, പിന്നെ ഒന്ന് ആ സ്വഹാബിമാരുടെയൊക്കെ അവസ്ഥ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബകളിൽപ്പെട്ട ഏറ്റവും പ്രമുഖനായ ഒരാളാണ് ഇദ്ദേഹം യുവാവായിരിക്കുമ്പോൾ വലിയ സമ്പന്നനായിരുന്നു. അവരൊക്കെ അള്ളാഹിൻ്റെ മാർഗത്തിൽ എല്ലാ സമ്പത്തും ജീവനും സമർപ്പിച്ചു. ജീവൻ ഉഹദ് രണാങ്കണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്, ഷഹീദാകുന്നത്, മനസ്സിലാക്കണം. എന്നിട്ട് ഒരു വസ്ത്രം മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചുരുങ്ങിയതൊരു വസ്ത്രമെങ്കിലും. പക്ഷേ എന്താണ് സുന്നത്ത്? എന്താണ്? 3 വസ്ത്രം. പുരുഷനാണെങ്കിൽ 3 വസ്ത്രം, സ്ത്രീകളാണെങ്കിലോ 5 വസ്ത്രം. കഫൻ ചെയ്യാൻ എത്ര വസ്ത്രം വേണം? സ്ത്രീകൾക്ക് 5 എണ്ണം, പുരുഷന്മാർക്ക് 3 എണ്ണം. ആ വസ്ത്രം എങ്ങനെയുള്ളതാകണം? അൻ യകൂന ഹസനൻ നളീഫൻ സാതിറൻ ലിൽ ബദൻ,
നല്ല വസ്ത്രമായിരിക്കണം. പറ്റ പഴം തുണി വേണ്ട, പഴകിയ തുണി വേണ്ട. ഹസനൻ, അല്പം നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള വസ്ത്രമൊന്നും പറ്റൂല. പട്ടുവസ്ത്രം എന്തായാലും പാടില്ല. നളീഫൻ, വൃത്തിയുള്ളതായിരിക്കണം. എന്തായിരിക്കണം? വൃത്തിയുള്ളതായിരിക്കണം. സാത്തിറൻ ലിൽ ബദൻ, മയ്യത്തിൻ്റെ ആ ബോഡി കംപ്ലീറ്റ്, ശരീരം മുഴുവൻ മൂടി പൊതിയാൻ ഉപയുക്തമായ അങ്ങനെയുള്ള ഡ്രസ്സായിരിക്കണം. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള കേട്ടോ. അൻ അബീ ഖതാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ വല്ല അഹദുകും അഖാഹു ഫൽയുഹ്സിൻ കഫനഹു. ഒന്ന് അടുത്ത് കയറി. നിങ്ങളുടെ സഹോദരൻ്റെ മയ്യത്ത് നിങ്ങൾ കഫൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നന്നായി കഫൻ ചെയ്യുക. അടുത്ത് ഫ്രണ്ടിൽ കയറി. നന്നായി കഫൻ ചെയ്യുക. എന്നിട്ടോ അത് വെളുത്ത വസ്ത്രമായിരിക്കണം. പ്രിയമുള്ളവരെ, ഈ വെളുത്ത വസ്ത്രം എന്നുള്ളത് നബി അത് പറഞ്ഞിട്ടുണ്ട്. ഇൽബസു മിൻ സിയാബിക്കുമുൽ ബിയൽ, വെള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുക. ഫഇന്നഹാ മിൻ ഖൈരി സിയാബിക്കും, അതാണ് ഏറ്റവും നല്ലത്. വകഫിനു ഫിഹാ മൗതാക്കും, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കഫൻ ചെയ്യുക. മനസ്സിലായല്ലോ? അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെയുള്ള സുന്നത്തുകളും കാര്യങ്ങളും നന്മകളും പഠിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു തആല ഈമാനും അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹ്.